ഗൈസ്, ഇന്നുണ്ടാക്കുന്നത് നല്ലൊരു പരിപ്പ് മുരിങ്ങയിലയും കൂടി ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ടേക്ക് ഒരു 1/2 കപ്പ് പരിപ്പ് കൂടെ ഒരു തക്കാളി നന്നായി വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ മതിയാകും. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ ഒരു 3 വിസിലെങ്കിലും അടുപ്പിക്കുക. പരിപ്പ് നന്നായി അടിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. 3 വിസിൽ മതിയാകും. ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കപ്പിലോട്ടേക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് തേങ്ങയും പിന്നെ ആവശ്യത്തിന് ജീരകവും ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു 1/2 കപ്പ് മതിയാകും. എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഈ അരപ്പിലോട്ടേക്കും ഇട്ട് കൊടുക്കാം. അരക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായി ഇത് അരച്ചെടുക്കണം. നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഞാൻ മുരിങ്ങയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് 3 വിസിലടിച്ചിട്ട് നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോഴാണ് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. പരിപ്പ് നന്നായി അരച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കുമ്പോഴാണ് കറിയിൽ ചാറിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ആ പരിപ്പിൻ്റെ ഫ്ലേവറൊക്കെ മുരിങ്ങയില എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ മുരിങ്ങയില ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി കഴുകി വെച്ചാണ്. ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ മുരിങ്ങയിലയിൽ വിഷാംശങ്ങളൊക്കെ കൂടുതലുണ്ടാവുമെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് കഴുകിയാൽ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിയും പരിപ്പിൻ്റെ ഇതും മുരിങ്ങയിലയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആദ്യം തന്നെ മുരിങ്ങയില ഇട്ടിട്ട് പരിപ്പിൻ്റെ കൂടെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പരിപ്പ് നന്നായിട്ട് മുരിങ്ങയില നന്നായിട്ട് ഇലകളൊക്കെ വേഗം വേവുന്ന ടൈപ്പ് ആയതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് കുറച്ച് തിളപ്പിക്കുക. നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ തന്നെ ഏകദേശം മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ടാവും. കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. അതിലോട്ടേക്ക് ഈ അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് വെള്ളമൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഉപ്പും ഒക്കെ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ. നന്നായിട്ട് ഇത് യോജിപ്പിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കാൻ നോക്കുക. കറി മാക്സിമം ഒരു കുറച്ച് കൂടുതൽ ടൈം അങ്ങ് തിളപ്പിച്ചെടുക്കാൻ നോക്കണം. എന്താ വെച്ചാൽ എന്നാലേ ആ കറിയുടെ ടേസ്റ്റ് കിട്ടൂ. പെട്ടെന്ന് നമ്മൾ തിളപ്പിക്കാതെ വറുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് വലിയ ഉണ്ടാവില്ല. കറി പെട്ടെന്ന് മോശമായി പോവുകയും ചെയ്യും. ഇങ്ങനെ ആക്കി ചെയ്താൽ കറി മോശമാവാനുള്ള ചാൻസൊക്കെ കുറവാണ് ചൂട് ടൈമിലൊക്കെ. ഇലയും ഒക്കെ നന്നായി മിക്സായിട്ട് നല്ല തിളച്ച് വരുമ്പോൾ ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണയും കടുകും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിടുക. വെളുത്തുള്ളി ഒരു 4-5 വെളുത്തുള്ളി മതിയാവും. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.